JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. LP UP പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം. ധാരാളം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ് തയ്യാറാക്കുന്നത്. ഒത്തിരിയധികം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചു ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഒരു ക്ലാസ് ചെയ്യാവോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് നമുക്ക് പരിശോധിച്ചാൽ എങ്ങനെയാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വിശദമായിട്ട് LP UP തിരിച്ച് നമുക്ക് നോക്കാം, ഓരോ ജില്ലയുടെയും നോക്കാം. ആദ്യം LP സ്കൂൾ ടീച്ചറാണ്, ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് മാർക്ക് ആണ് നമുക്ക് നോക്കാം. തിരുവനന്തപുരം 42.33 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൊല്ലം ജില്ല എടുത്താൽ 35.67 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ 30.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലും 30.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കോട്ടയം ജില്ല എടുത്താൽ 29.33 ആണ് കട്ട് ഓഫ് മാർക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ല എടുത്താൽ 24.67 ആണ് കട്ട് ഓഫ് മാർക്ക് ഇടുക്കി ജില്ലയിൽ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിൽ 27 ആണ് മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ല എടുത്താൽ 38.33 ആണ് മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ 37 ആണ് മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. വയനാട് ജില്ല എടുത്താൽ വയനാട് 32.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ല എടുത്താൽ 50 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ല എടുത്താൽ 37.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 36.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓരോ ജില്ലയിലെയും മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. LPയുടെ മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ വർഷത്തെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഈ വർഷം എങ്ങനെയാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നതിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് UP സ്കൂൾ നോക്കാം. UPയിൽ തിരുവനന്തപുരത്ത് 53.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കൊല്ലം ജില്ല എടുത്താൽ 48.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. പത്തനംതിട്ട എടുത്താൽ 45 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ആലപ്പുഴയിൽ 48 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ 50.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ല എടുത്താൽ 41.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. എറണാകുളം ജില്ല എടുത്താലോ എറണാകുളത്ത് 50.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. തൃശ്ശൂർ എടുത്താൽ 51.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ല എടുത്താൽ 49.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 52 ആണ് മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല എടുത്താൽ 54 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ല എടുത്താൽ 51.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 46.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് എന്ന് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് ആണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് കട്ട് ഓഫ് മാർക്ക് വന്നതിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.